അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു പല വേദികളിലും ഷിഫാൽ ജസീറയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ സംസാരിക്കേണ്ടത് ഔപചാരികതയായതുകൊണ്ട് അത്തരം വേദികളിൽ ഞാൻ സംസാരിക്കാറുമുണ്ട്. പക്ഷേ ഈ വേദിയിൽ രണ്ട് വാക്ക് സംസാരിക്കണം എന്നത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. മാഷാ അല്ലാഹ്, ഈ വേദി അതിന് കാരണമായതിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഹിത്യത്തെ പറ്റിയൊന്നും പറയാൻ എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം എന്ന് കരുതുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഇവിടെ നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാരുണ്ട്. നമ്മളൊക്കെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയിലൊരു സേവനമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യവുമാണ്. ഒരു വിശ്വാസി അവിടെയാണ് വ്യത്യസ്തനാവുന്നത്. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അവൻ്റെ സൽക്കർമ്മങ്ങൾ, അത് ഇബാദത്തായി സ്വീകരിക്കണമേ നാഥ എന്ന നിയ്യത്തോടുകൂടി അവൻ പ്രവർത്തിക്കുന്ന ഇടത്ത്, ഏതൊരു നല്ല കാര്യത്തിനും ഒരു പ്രതിഫലം ഇഹത്തിലും പരത്തിലുമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇടത്താണ് ഒരു വിശ്വാസി വ്യത്യസ്തനാകുന്നത്. ഒരു ഉദാഹരണം പറയാം. രോഗിയെ ശുശ്രൂഷിക്കൽ ഒരു വിശ്വാസിക്കും അവിശ്വാസിക്കും അത് ചെയ്യാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അവിടുത്തെ തിരുസുന്നത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് രോഗിയെ ശുശ്രൂഷിക്കുക, അഥവാ ആ രോഗിക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുക എന്നുള്ളത്. അപ്പം അത് നിയ്യത്തോടുകൂടി, അത് പ്രതിഫലേച്ഛയോടുകൂടി, ഇതിന് പ്രതിഫലമുണ്ട് നാഥ, അർഹമായ പ്രതിഫലം എനിക്ക് നൽകണമേ എന്ന ആഗ്രഹത്തിൽ ചെയ്യുന്നിടത്താണ് വിശ്വാസിയുടെ പ്രവർത്തനം വ്യത്യസ്തമാകുന്നത്. ഇസ്ലാം എന്താണ് എന്നതിന് പല ചർച്ചകളും പല വ്യാഖ്യാനങ്ങളുമുണ്ട്. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിലേക്ക് എത്തിച്ചേരുന്ന വഴികളിൽ ഒന്നാണ് വഴിയിൽ നിന്നും ഒരു ഉപദ്രവം നിൽക്കുക. ഒരു സ്വഹാബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, അള്ളാഹുവിൻ്റെ റസൂലേ, പ്രതിഫലാർഹമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാഥൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നൊരു കാര്യം, നീ വഴിയിൽ നിന്ന് ഒരു ഉപദ്രവത്തെ എടുത്തു മാറ്റുക. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ മനുഷ്യന് ഉപദ്രവമാകുന്ന വിധത്തിലൊരു കല്ലോ ഒരു കുപ്പിച്ചെല്ലോ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നയിടത്ത് വിശ്വാസിയുടെ സൽക്കർമ്മം, അവൻ്റെ നാഥന് വേണ്ടി അവൻ സമർപ്പിക്കുന്ന പ്രവർത്തനം അവിടെ തുടങ്ങുന്നു എന്ന് വിശ്വാസി ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പം അത് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് വരെ എത്തി നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. സാമൂഹിക പ്രവർത്തനം നടത്തുക, സാമൂഹിക മേഖലയിൽ സേവന സന്നദ്ധരായിരിക്കുക എന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊള്ളുന്ന ഇടത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടത്. ഇതെന്തിനാണ് ഈ വേദിയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായി നടത്തി വരുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയ എൻ്റെ ബോധ്യങ്ങൾ ഇവിടെ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനങ്ങളിലൊക്കെ ആയിരക്കണക്കിന് മക്കൾ, അനാഥ മക്കൾ ഈ സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് ജീവിതത്തിൻ്റെ ഉന്നതമായ അവസ്ഥകളിൽ, ഉന്നതമായ പൊസിഷനുകളിൽ, പിന്നെ നിലകളിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും തുടങ്ങിയിരുന്നില്ല എന്ന് കരുതുക. ഇത്തരം ഒരു സ്ഥാപനവും അവർ തുടങ്ങി വെച്ചില്ലായിരുന്നു എന്ന് കരുതുക. എന്തായിരുന്നേനെ ഈ ഹൗമിൻ്റെ അവസ്ഥ ഇന്ന്? ഈ മക്കളൊക്കെ വളർന്നു വലുതായി ആൻറ്റി സോഷ്യൽസും ക്രിമിനൽസുമൊക്കെയായി ഒരു സമുദായത്തിന് തന്നെ വലിയ മാനക്കേട് സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടേനെ. ശരിയല്ലേ? ഈ മക്കൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും
കാശ്മീരിലും അതുപോലെ ഗുജറാത്തിലും എത്രയെത്ര സംസ്ഥാനങ്ങളിൽ ഈ മക്കളെ ചെന്ന് ചേർത്ത് പിടിച്ച് മറോട് ചേർത്ത് പിടിച്ച് ആ മക്കളെ പോറ്റി വളർത്തിയ ഉസ്താദുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് മർക്കസായാലും ഇതിനായാലും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. ഇതൊരു പ്രാസ്ഥാനിക തലത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമല്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമല്ല. ഞാൻ എന്നോട് തന്നെ ഇടയ്ക്കിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു അനാഥ കുഞ്ഞിൻ്റെ ജീവിതം എനിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ടെങ്കിലും ഒരു അനാഥ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ സംരക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ഭാവിക്ക് വേണ്ടി കരുതേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കഴിയുന്നവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അവരെ നമ്മൾ ആദരിക്കണ്ടേ? നമുക്ക് കഴിയാത്ത, ഒരുപക്ഷെ നമുക്ക് സ്വപ്നം പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ ആദരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ദീർഘായുസ്സിനും അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ അനാഥ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന, അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പോലും ഒരു വിശ്വാസി ചെയ്യുന്നയിടത്ത് അത് പ്രതിഫലേച്ഛയോട് കൂടിയാണ് ചെയ്യുന്നത്. കാരണം അതിന് പ്രതിഫലമുണ്ട്. അനാഥനെ സംരക്ഷിക്കുക എന്നതും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽപ്പെട്ടതാണ്. ഒരു സമൂഹത്തിൽ അഗതികളുണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ, വിധവകളുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ മലബാറിലൊക്കെ നോക്കുമ്പോൾ എത്രയെത്ര പാലിയേറ്റീവ് സംവിധാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാലിയേറ്റീവ് രംഗത്ത് അല്ലെങ്കിൽ ഡയാലിസിസ് രംഗത്തൊക്കെ മനുഷ്യർക്ക് സേവനം നടത്തുന്ന, ഇനിയിപ്പോൾ നമ്മൾ അനാഥ മന്ദിരങ്ങൾ എടുത്താലും അഗതി മന്ദിരങ്ങൾ എടുത്താലും ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് മലബാറിലാണ്. അതെന്തുകൊണ്ടാണ് എന്നത് ഞാൻ കാരണം വ്യക്തമാക്കാതെ അറിയാം എല്ലാവർക്കും. എന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിഫലം ഇഹത്തിലും പരത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലത് ചെയ്താൽ നല്ലത് വരും, തിന്മ ചെയ്താൽ തിന്മ വരും. നല്ലതിന് നല്ലത് പ്രതിഫലമായി കിട്ടും, നല്ലതല്ലെങ്കിലോ തിന്മയാണെങ്കിലോ തിന്മയ്ക്ക് തിന്മ തന്നെ പ്രതിഫലമായി കിട്ടും. അതല്ലേ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമയഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വിശ്വാസി. ഖൈർ ചെയ്താൽ ഖൈർ വരും, ഷർ ചെയ്താൽ ഷർ വരും. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾ, എൻ്റെ അനുജന്മാർ, നമ്മൾ ഒത്തൊരുമിക്കുന്ന ഈ വേദി വിടും മുൻപ് അച്ചടക്കത്തോടെ ഇരിക്കുന്ന ഈ വേദിയിൽ ഓരോ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ആ സേവന സന്നദ്ധത നമ്മൾ കൈവിടരുത് ഇൻഷാ അല്ലാഹ്. ആ സേവന സന്നദ്ധത നമ്മൾ കൈവിടരുത് ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തേത്, നമ്മൾ ആ സേവന മേഖലയിൽ നമുക്ക് മാതൃക കാണിച്ചു തന്ന പണ്ഡിതന്മാരെ നമ്മൾ ആദരിക്കണം. നമ്മൾ അറിയില്ലാത്ത വിഷയങ്ങളിൽ സംസാരിക്കരുത്. അറിയില്ലാത്ത വിഷയങ്ങൾ, നമ്മുടെ അറിവിനപ്പുറമുള്ള വിഷയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യരുത്. ഒരു കമൻറ്റിന് മുൻപ് നമ്മൾ 100 പ്രാവശ്യം ആലോചിക്കണം. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ സത്യം എന്താണ്? ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ആലോചിക്കണം. നമ്മൾ നമ്മുടെ പണ്ഡിതന്മാരിൽ മാതൃക ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുക തന്നെ വേണം. 3, നമ്മൾ പ്രതിഫലേച്ഛയോട് കൂടി തന്നെ പ്രവർത്തിക്കണം. നമുക്ക് പ്രതിഫലമുണ്ട്, നാഥൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലമുണ്ട്. 4, നല്ല നീയത്തോടു കൂടി, ഉദ്ദേശശുദ്ധിയോടു കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വിമർശനങ്ങളുണ്ടാവും, നമുക്ക് പ്രയാസങ്ങളുണ്ടാവും, ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെടുന്നത് പോലത്തെ തോന്നലുകളുണ്ടാവും. ഒരു കുഴപ്പമില്ല. ഞാൻ ഈ സദസ്സിൻ്റെ അച്ചടക്കം എന്നെ ഏറെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സാധാരണ എൻ്റെ സ്വദേശം ആലപ്പുഴയാണെങ്കിലും മിക്കവാറുമൊക്കെ ഞാൻ നാട്ടിൽ ജീവിച്ചു പോന്നിട്ടുള്ളത് കോഴിക്കോടാണ്. ഞങ്ങൾ ഈ റമദാനിലൊക്കെ പള്ളികളിൽ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ എൻ്റെ ഒട്ടുമിക്ക നോമ്പ് തുറയും ഞാൻ കാരന്തൂരിലെ മർക്കസിൽ ചെന്ന് തുറക്കുന്ന ഒരാളാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അച്ചടക്കത്തോടു കൂടി നോമ്പ് തുറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അത്. ഇതൊന്നും ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്ത് പറയുകയൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് പരിശോധിക്കാം. എൻ്റെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ പ്രതിഫലം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആളുകളാണ് നമ്മൾ. നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അതിനുള്ള ശക്തി, അതിനുള്ള കരുത്ത്, അതിനുള്ള ഈമാൻ, അതിനു വേണ്ട ഈമാൻ നൽകി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ശോഭനീയമായൊരു ഭാവി നമ്മുടെ ഭാരതത്തിന്,
ഈ ലോകത്തിന് നൽകി ഒരു മാതൃകാ സമൂഹമായി എക്കാലത്തും വർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.